Hi guys, welcome to another lecture of Design of Machine Elements 2. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സ്പർ ഗിയറിൻ്റെ ഡിസൈൻ പ്രൊസീജിയറിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ലെക്ചറിൽ നമുക്ക് ന്യൂമറിക്കൽസ് നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെക്ചർ കാണുന്നവർ ദയവേത് കഴിഞ്ഞ ലെക്ചറിൽ നിന്നും ഡിസൈൻ പ്രൊസീജിയർ പ്രത്യേകമായിട്ടൊരു A4 ഷീറ്റിലേക്ക് എഴുതി മാറ്റി വെച്ച ശേഷം നിങ്ങളുടെ ഡേറ്റാ ബുക്കും കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ. സമയപരിമിതികൾ കൊണ്ട് ഞാൻ പറഞ്ഞായിരിക്കും അങ്ങ് പോകുന്നത്. നിങ്ങളത് സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ചാനൽ വഴിയോ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ വഴിയോ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലെക്ചർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ദയവായിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഡിസൈൻ എ ഗിയർ ഡ്രൈവ് to transmit 55 kilowatt of power at 800 rpm. 55 kilowatt of power at 800 rpm of the pinion. The gear ratio is 3.2 and the teeth are to be 20-degree full depth involute. ഇത്രയാണ് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്നേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് വി നീഡ് ടു ഡിസൈൻ എ സ്പർ ഗിയർ. വാട്ട് ആർ ദി ഗിവൺ ഡേറ്റാസ്? ഗിവൺ ഡേറ്റ ആദ്യം എടുത്ത് എഴുതുക, അത് കറക്റ്റായിട്ട് എഴുതുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ വി നീഡ് ടു ഡിസൈൻ എ ഗിയർ ടു ട്രാൻസ്മിറ്റ് എ പവർ ഓഫ് 55 kilowatt at a speed of 800 rpm for the pinion. So pinion speed is given, that is n1 is given. So n1 can be written as 800 rpm. So ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രൊസീജിയറിൽ നമ്മൾ 1 എന്ന് പറയുന്നത് എപ്പോഴും പിനിയനെ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഗിവൺ ദി ഗിയർ റേഷ്യോ ഈസ് നത്തിങ് ബട്ട് I is given as 3.2. we need to design a 20-degree full depth involute system. So first of all നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റാസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഗിയർ ഡിസൈൻ ചെയ്യണം. ഒരു സ്പർ ഗിയർ ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത്രയാണ് ക്രൈറ്റീരിയ, ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗിയർ ഡ്രൈവ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം ഒരു ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ പിനിയനും ഉണ്ട് ഗിയറും ഉണ്ട്. ഏത് ആദ്യം വരും, എങ്ങനെയൊക്കെ ചെയ്യണം? അപ്പോൾ ഇതിനെല്ലാം ബേസ് തുടങ്ങുന്നത് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ നോക്കി നമുക്ക് ഗിവൺ ഡേറ്റ് വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക ആദ്യം. പ്രത്യേകിച്ച് യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. നമുക്ക് പവറിൻ്റെ ഇക്വേഷനും ഡേറ്റാ ബുക്കിൽ കിലോവാട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കിലോവാട്ട് മതി, സ്പീഡോ RPM അതുകൊണ്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? I വാല്യൂ തന്നിട്ടുണ്ട് ആൻഡ് N1 വാല്യൂ തന്നിട്ടുണ്ട്. നോക്കി ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? I വാല്യൂ ഈസ് നത്തിങ് ബട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായോ എന്താണ്? ഇറ്റ് ഈസ് N1/N2 തന്നിട്ടുണ്ട്. സോ N1 ഉണ്ട്, I ഉണ്ട്. So we can calculate the value of N2. So N2 value comes around N1/I. So that comes around 250 rpm. നിങ്ങൾ ന്യൂമറിക്കൽ ചെയ്ത് നോക്കുക. എൻ്റെ ഈ കാൽക്കുലേറ്റർ ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂസ് ആയിരിക്കും പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ നമ്മൾ ഗിവൺ ഡേറ്റയിൽ നിന്ന് ഇത്ര എഴുതി. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും N1/N2 എന്ന് ആലോചിക്കുക. ഇത് Z1 Z2 അല്ലെങ്കിൽ D1 D2 ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഴുതാം NZ is a constant and N into D is the pitch circle diameter is a constant. So NZ is a constant means N1 Z1 equal to N2 Z2 and ND is a constant means N1 D1 is equal to N2 D2. അപ്പോൾ അതിൽ നോക്കി N1/N2 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? Z2/Z1 എന്ന് എഴുതാം, അല്ലെങ്കിൽ D2/D1 എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റേഷ്യോ പഠിച്ചു വെക്കുക, ഇത് ഓർത്ത് വെക്കുക. സോ ഇസ് ദ സ്പീഡ് ഓഫ് ഡ്രൈവർ
or pinion by speed of driven or gear. So that is gear ratio. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻട്രൊഡക്ടറി പാർട്ട് പറഞ്ഞു. ക്വസ്റ്റ്യൻ ഗിവൺ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഇൻ്റർപ്രേറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ആസ് യൂഷ്വൽ ഇപ്പോഴും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സിൻസ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ മെറ്റീരിയൽ ഒന്നും അവർ സ്പെസിഫൈ ചെയ്തത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? we need to select the material for gear. So മെറ്റീരിയൽ സെലക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തരാം? മെറ്റീരിയൽ തരാം, തരാതെ ഇരിക്കാം. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് പിനിയൻ്റെയോ ഗിയറിൻ്റെയോ രണ്ടിൻ്റെയും മെറ്റീരിയൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ അസ്യൂം ചെയ്യാൻ, രണ്ടും അസ്യൂം ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? രണ്ടിനും സെയിം മെറ്റീരിയൽ അസ്യൂം ചെയ്യുക. സോ ദാറ്റ് ദ പിനിയൻ ബിക്കംസ് ദി വീക്കർ വൺ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് അങ്ങ് എളുപ്പമാവും ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ സെലക്ഷൻ്റെ അവിടെ നമ്മൾ അപ്പോൾ അസംഷൻ എഴുതാം. അസ്യൂം pinion and gear, pinion and gear, PNG, pinion and gear are made of same material, രണ്ടും സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അസംഷൻ നമ്മൾ എഴുതി. ഇനി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ ചൂസ് ചെയ്യാനായിട്ട് ഞാൻ എന്താ പറഞ്ഞത്? പേജ് 234 എടുക്കുക. നിങ്ങൾ എൻ്റെ ഡേറ്റാ ബുക്കിൽ ആ പേജൊക്കെ മിസ്സിങ് ആകുന്നത് ഒരു പഴയ ഡേറ്റാ ബുക്കാണ്. സോ പേജ് 234 എടുക്കുക. 234ൽ നമുക്കിവിടെ അലൗബിൾ സ്ട്രെസ് ആൻഡ് BHN വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഡിസൈൻ ഫൈനൽ ആൻസർ അല്ല മാർക്ക്. ഇപ്പം ഞാൻ എടുക്കുന്ന മെറ്റീരിയൽ ആയിരിക്കത്തില്ല വേറൊരാൾ ചൂസ് ചെയ്യുന്നത്. സോ ദ ഫൈനൽ ആൻസർ വിൽ വേരി. സോ നമ്മുടെ പ്രൊസീജിയറിനാണ് ഇവിടെ മാർക്ക്. അപ്പോൾ ഞാൻ യൂഷ്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം ഞാൻ അസ്യൂം ചെയ്യാം ഞാൻ കാസ്റ്റ് സ്റ്റീലിൻ്റെ വിത്ത് 0.2 ഹീറ്റ് ട്രീറ്റിട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ മെറ്റീരിയൽ ഇവിടെ ചൂസ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ എഴുതി ശീലിക്കുക എന്താണ്? ഫ്രം ടേബിൾ 12.7 പേജ് നമ്പർ 234 മെറ്റീരിയൽ ഈസ് ടേക്കൺ ആസ് കാസ്റ്റ് സ്റ്റീൽ. 0.2% കാർബൺ ആൻഡ് ഇറ്റ് ഈസ് ഹീറ്റ് ട്രീറ്റഡ്. അപ്പോൾ ആ ടേബിളിൽ നിന്ന് മെറ്റീരിയൽ ചൂസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ നോട്ട് വന്നു. സിഗ്മ ഡി നോട്ട് ചെയ്യണം. സിഗ്മ ഡി വാല്യൂ നിങ്ങൾ നോക്കിയറിയാം 193.2 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മെഗാ ന്യൂട്ടൺ പെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് പാസ്കൽ. മെഗാ പാസ്കൽ ഈസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ആൻഡ് ദ BHN വാല്യൂ here it value is 250 ആണ് അതിൻ്റെ BHN. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. Now we are going with the second step. So second സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണ്ടേ? We need to identify the weaker part. വീക്കർ പാർട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ. ഞാൻ ചുരുക്കി എഴുതുന്നത്, നിങ്ങൾ ഫുൾ സ്റ്റെപ്പായിട്ട് ഐഡൻറ്റിഫൈയിങ് ദി വീക്കർ പാർട്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതി സിൻസ് എന്താണ്? സെയിം മെറ്റീരിയലാണ്. therefore pinion is weaker. അതുകൊണ്ട് രണ്ടും സെയിം മെറ്റീരിയൽ ആണ്ട് പീനിയൻ ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് വീക്കർ മെറ്റീരിയൽ എന്ന് പറയും. വീക്കർ പാർട്ട് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോകണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? വാട്ട് ഈസ് തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ടാൻജൻഷ്യൽ ടൂത്ത് ലോഡ്. സോറി, സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ വിസിബിൾ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചു. Now going with the third step, we need to calculate the tangential load. Tangential load കണ്ടുപിടിക്കാനായിട്ട് we have the equation 12.3. So one second, 12.7a 3 അല്ല 12.7a പേജ് 205. 12.7 page number 205. From there you will get FT is equal to 1000 PCS divided by V. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? ഒന്ന്, പവർ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നമുക്ക് CS ഇല്ല, വെലോസിറ്റി ഇല്ല. ഇവിടെ പിനിയനാണ് ബേസ് ചെയ്യുന്നത്. അപ്പം V എന്ന് പറയുന്ന സാധനം പറഞ്ഞു, അതിപ്പം പിനിയൻ്റെ ആയാലും V1 V2 എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ എന്താ അറിയത്തില്ല, നമുക്ക് ഇതിൻ്റെ ഡേറ്റാസ് ഒന്നും അറിയത്തില്ല. നമുക്കപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അടുത്ത പ്രശ്നം വരുന്നത്. നമുക്ക് നോക്കിയേ,
ഓരോ ഫാക്ടറിൽ ആദ്യം വി വേണം. വി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പിന്നീടാണ് ഞാൻ എഴുതി പൈ d1n1/60. അപ്പോൾ നമുക്ക് ഡി ഇല്ല, പക്ഷേ പകരം ഡിക്ക് പകരം എനിക്ക് ഡീനെ മൊഡ്യൂളിൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ ആ പ്രൊസീജിയർ കഴിഞ്ഞ ദിവസം എഴുതിയ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എല്ലാം നമ്മൾ ലിവിസ് ഇക്വേഷനിലോട്ട് കൊടുത്താൽ അവിടെ നിന്ന് മൊഡ്യൂൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഡീനെ എന്ത് ചെയ്യണം? മൊഡ്യൂളിൻ്റെ ടൈമിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം ഡിയും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതും നമ്മളുടെ ഡേറ്റ ഇത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ IDN/60 എന്നുള്ളത് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ ഡയമീറ്റർ മീറ്ററിൽ വേണം ഇടാൻ. കാര്യം നമുക്ക് ഇക്വേഷൻ FTയുടെ ഇക്വേഷനകത്ത് വി വാല്യൂ ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇൻഡെക്സിൽ പോയി നോക്കിയാൽ വി എന്ന് പറയുന്നത് എന്തിലാണ്? മീറ്റർ/സെക്കൻഡിലാണ്. അപ്പോൾ മീറ്റർ/സെക്കൻഡിൽ കൊടുക്കണമെങ്കിൽ ഡയമീറ്റർ എന്തിൽ തന്നെ ആയിരിക്കണം? മീറ്ററിൽ തന്നെ ആയിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ എഴുതി. ഡീനെ എന്ത് ചെയ്യണം? മൊഡ്യൂളിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് വഴി എന്ന് ആലോചിച്ചു. അതിന് വഴി ആലോചിച്ചപ്പം നമുക്ക് ഡേറ്റാ ബുക്കിൽ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 12.1E, പേജ് നമ്പർ 203. From there you will get D equal to M into Z, where M is the module and Z is the number of teeth. അപ്പോൾ എനിക്ക് D1 വേണമെങ്കിൽ D1 can be written as M into Z1. പക്ഷേ ഇവിടെ അടുത്ത പ്രശ്നം, എനിക്കിവിടെ Z1 അറിയത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലെക്ചറിലെ പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ ഇവിടെ 20 ഡിഗ്രി ഫുൾ ഡെപ്താണ്. നമുക്ക് 3 സിസ്റ്റമാണ് മെയിനായിട്ടുള്ളത്. 14.5 ഡിഗ്രി ഉണ്ട്, 14.5 ഡിഗ്രി സിസ്റ്റം ഉണ്ട്, 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഉണ്ട്, ആൻഡ് 20 ഡിഗ്രി സ്റ്റബും ഉണ്ട്. 3 സിസ്റ്റം. നിങ്ങൾ ഈ ഓർഡർ കൊടുത്തത് മിനിമം നമ്പർ ഓഫ് ടീത്ത് റിക്വയർഡ് ഫോർ 14.5 വിൽ ബി 32. 20 ഡിഗ്രി ഫുൾ ഡെപ്തിൻ്റെ മിനിമം നമ്പർ ഓഫ് ടീത്ത് ഈസ് 18. ആൻഡ് 20 ഡിഗ്രി സ്റ്റബിന് ഇറ്റ് ഈസ് 14. മിനിമം നമ്പർ ഓഫ് ടീത്ത്. ഇതിൽ കൂടുതൽ എത്ര വേണമെങ്കിൽ നമുക്ക്, ദിസ് ഈസ് ഫോർ പിനിയൻ. ഈ മിനിമം നമ്പർ ഓഫ് ടീത്ത് റിക്വയർഡ് ഫോർ പിനിയൻ ആണ് ഞാൻ എഴുതിയത്, ഫോർ പിനിയൻ. അത് ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഓർത്ത് വെക്കുക, വെച്ച് കാര്യങ്ങളൊന്നും. അപ്പം ഇവിടെ എനിക്ക് ഡയമീറ്ററിനെയും മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഇസഡ് വാല്യൂ വേണം. അപ്പം ഈ ഗിവൺ ക്വസ്റ്റനിൽ എനിക്ക് ഇസഡ് വാല്യൂ ഇല്ല. അതുകൊണ്ട് ഞാനൊരു സ്യൂട്ടബിൾ ഇസഡ് വാല്യൂ എന്ത് ചെയ്യുകയാണ് ഇവിടെ അസ്യൂം ചെയ്യാൻ പോകുക. അപ്പോൾ ഇതൊരു 20 ഡിഗ്രി സ്റ്റബാണ്, ഫുൾ ഡെപ്ത് ആണ്. 20 ഡിഗ്രി ഫുൾ ഡെപ്തിന് മിനിമം 18 വേണം, മിനിമം 18. അപ്പോൾ മിനിമം 18 എടുത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനൊരു ഫോർ ദി സേക്ക് ഐ ആം അസ്യൂമിങ് Z1 ആസ്, ഞാൻ അവിടെ എഴുതുന്നു. അപ്പോൾ അവിടെ എഴുതുകയാണ് എന്താണ്? assume Z1 as 20. ഞാൻ 20 ആക്കിയാൽ അപ്പം നമുക്ക് ഐയുടെ ഇക്വേഷൻ എഴുതാൽ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് n1/n2 ആണെങ്കിൽ ഇറ്റ് ഈസ് Z2/Z1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3.2. ഫ്രം ദെയർ Z2 ഈസ് I into Z1. സോ 3.2 into 20. സോ എത്ര വരും? 64 teeth. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നിരുന്നാലും ഓർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നേ. കാര്യം നമുക്ക് ഇനി ഫർദർ മുന്നോട്ട് പോകുമ്പം Z2-ൻ്റെയും ആവശ്യമുണ്ട്. നിങ്ങൾ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ Z1 Z2 അറിയാം. ഞാൻ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, നമ്മൾ അപ്പുറത്തെ ഡിയുടെ ഇക്വേഷൻ എഴുതി എങ്ങനെയായിരുന്നു? D is equal to MZ എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇസഡിന് നമ്പർ ഓഫ് ടീത്തിന് എന്തായാലും യൂണിറ്റ് ഇല്ല. നമുക്ക് ഡിയുടെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് എമ്മിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ മൊഡ്യൂളിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് ഡിയുടെ യൂണിറ്റ്. അപ്പോൾ ഇക്വേഷൻ നോക്കണമെങ്കിൽ രണ്ടും എന്തിലാണ് നമുക്ക് ഡേറ്റാ ബുക്കിലെ നൊട്ടേഷൻ? ഇറ്റ് ഈസ് MM-ല്ല. പക്ഷേ എനിക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ കൊടുക്കേണ്ട ഡയമീറ്റർ എന്തിലാണ് വേണ്ടത്? മീറ്ററിലാണ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. സോ ഞാൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ അപ്പോൾ എനിക്ക് D1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 20 ടൈംസ് മൊഡ്യൂൾ എന്ന് എഴുതാം, വിച്ച് ഈസ് ഇൻ MM-ല്ല. ശരിയല്ലേ? അപ്പോൾ ഇതിനെ ഞാനങ്ങ് മീറ്ററിലോട്ട് ഇപ്പോഴേ മാറ്റണം, അല്ലെങ്കിൽ ഈ വെലോസിറ്റിയുടെ ഇക്വേഷനിലോട്ട് മാറ്റിയാണ്. സോ V വിൽ ബി ഈക്വൽ ടു, സോ പൈ D1 n1/60. ഞാൻ ഡയമീറ്റർ MM-ലായതുകൊണ്ട് അതിനെ മീറ്റർ ആക്കാൻ ഡിനോമിനേറ്ററിലൊരു 1000 കൂടെ പ്ലേസ് ചെയ്തു. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ പൈ ഇൻറ്റു 20 ടൈംസ് മൊഡ്യൂൾ ഇൻറ്റു n1 വാല്യൂ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 800 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1000. സോ ദാറ്റ് കംസ് അറൗണ്ട് 0.8377 മൊഡ്യൂൾ ടൈംസ് മൊഡ്യൂൾ. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്, അത് ശ്രദ്ധിച്ചോളൂ.
സോ വെലോസിറ്റി V1 കിട്ടിയെങ്കിൽ നോ വി ക്യാൻ കാൽക്കുലേറ്റ് ദി FT വാല്യൂ. പറ്റുമോ? എനിക്കിനിയും CS വാല്യൂ വേണം. സോ ടു ഫൈൻഡ് CS വാല്യൂവിന് നമ്മൾ എന്താ ചെയ്യുന്നത്? CS വാല്യൂവിന് വേണ്ടി നമ്മൾ സർവീസ് ഫാക്ടർ വേണം. അപ്പം നമ്മളവിടെ എന്ത് ചെയ്തു? ഏതാ ടേബിൾ we will go with table 12.7 table 12.7 പേജ് 235 അവിടെ നമ്മൾ അസംഷൻ എഴുതി അസ്യൂമിങ് സ്റ്റഡി ആൻഡ് 8 to 10 hours per day 8 hours to 10 hours per day എന്നുള്ള കണ്ടീഷൻ അസ്യൂം ചെയ്തു. സോ സർവീസ് ഫാക്ടർ ഇസ് ടേക്കൺ ആസ് യൂണിറ്റി. സോ therefore CS വാല്യൂ കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? therefore FT value is 1000 into P value 55 into CS value 1 divided by velocity 0.377 times module. Don't forget to put this M. അത് മറന്നു പോകരുത്. സോ ദിസ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ആസ് അറൗണ്ട് 65710.8 M, ദാറ്റ് മച്ച് ന്യൂട്ടൺ. അപ്പോൾ അത്രയും FT വാല്യൂ എനിക്ക് എത്രയാണ് കിട്ടി. ഇനി ബാക്കി അടുത്ത സ്റ്റെപ്പ്, അടുത്ത എത്ര? എൻ്റെ 4ാമത്തെ സ്റ്റെപ്പിൽ, ശരിയല്ലേ? 4ാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ വന്നു. 4ാമത്തെ സ്റ്റെപ്പിൽ എനിക്ക് എന്ത് വേണം? വെലോസിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. വി നീഡ് ടു കാൽക്കുലേറ്റ് ദി വെലോസിറ്റി ഫാക്ടർ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് മൊഡ്യൂളിലേ കിട്ടിയുള്ളൂ. വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് മൊഡ്യൂളിലാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 12.6A to E എന്ന് പറയുന്ന കണ്ടീഷൻസ് എടുക്കുക. സ്പർ ഗിയറിൽ 12.6A to E പേജ് നമ്പർ 205 പേജ് 205 അപ്പം ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി ഇക്വേഷൻ വി ആർ അസ്യൂമിങ് വെലോസിറ്റി ടു ബി ലെസ് ദാൻ 8 meter per second എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്ത് 12.6A assume velocity to be less than 8 meter per second. So for that CV value will be, it is 3.05 divided by 3.05 plus 0.8377 M. So V value ഇവിടെ V ആയിരുന്നു വരുന്നത്. ഞാൻ ഇക്വേഷൻ ഡയറക്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ നോക്കുക. 3.05 divided by 3.05 plus V എന്നായിരുന്നു. വിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ 4th step is also over. Now we are going for the 5th step. 5th സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വേണം? ഫേസ് വിഡ്ത്ത് വേണം. സോ 5th step we are going to calculate the phase width. 5th step നമുക്ക് ഫേസ് വിഡ്ത്ത് ആണ് വേണ്ടത്. അപ്പോൾ ഫേസ് വിഡ്ത്തിന് നമുക്കവിടെ ഇക്വേഷൻ 12.5F പേജ് 205 അവിടെ തന്നെയുണ്ട്. അവിടെ തന്നെ ഞാൻ പറഞ്ഞു 9.5 modules to 12.5 മൊഡ്യൂളാണ്. സോ ഫോർ ഈസിനെസ് വി വിൽ അസ്യൂം ഇറ്റ് ആസ് 10 times module. വി വിൽ അസ്യൂം ഫേസ് വിഡ്ത്ത് ആസ് 10 times module. സംശയമില്ലല്ലോ. സോ നെക്സ്റ്റ് വി വിൽ കാൽക്കുലേറ്റ് ദി calculation of module using Lewis equation. അപ്പോൾ ലിവിസ് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ആ ലിവിസ് ഇക്വേഷൻ എഴുതി. ലിവിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? FT is equal to എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? വൺ സെക്കൻഡ്. ഇക്വേഷൻ 12.5A ഇക്വേഷൻ. നിങ്ങൾ പ്രൊസീജിയർ എൻ്റെ ഡേറ്റാ ബുക്കിലെ പേജൊക്കെ കുറച്ച് മിസ്സിങ് ആണ്, അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. 12.5A പേജ് 204 എടുക്കുക. അതിൽ നിങ്ങൾക്ക് FTയുടെ ഇക്വേഷൻ FT is equal to ഞാൻ പറഞ്ഞിരുന്നു. ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? പൈ ടൈംസ് സിഗ്മ ഡി CV BY M. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എല്ലാ ഡേറ്റാസും നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. സിഗ്മ ഡി ഉണ്ട്, നമ്മൾ 193.2 എന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്തെടുത്തു. CV വാല്യൂ B വാല്യൂ ആയി, M വാല്യൂ അതറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി വേണ്ട വാല്യൂ Y വാല്യൂ ആണ്. സോ Y വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷന് തൊട്ട് താഴെ തന്നെ, ലിവിസ് ഇക്വേഷന് തൊട്ട് താഴത്തെ തന്നെ നോക്കിയാൽ 12.5C ഇക്വേഷൻ 12.5CD നോക്കുക. ഇക്വേഷൻ 12.5CD. അപ്പോൾ 14.5 ഡിഗ്രി 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് 20 ഡിഗ്രി സ്റ്റെപ്പ് 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ആയിട്ട് 12.5D ആണ് വേണ്ടത്. പേജ്
204. അവിടെ വൈയുടെ ഇക്വേഷൻ നമ്മൾ y1 ആവേണ്ട കാര്യം വി ആർ ഗോയിങ് വിത്ത് പിനിയൻ. സോ y1 ക്യാൻ ബി റിട്ടേൺ ആസ് 0.154 minus 0.912 divided by z1. Since it is y1, so we will go with the z1. Clear? സംശയം ഉണ്ടോ? എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും ഇപ്പോൾ z1 നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എഴുതാം 0.154 മൈനസ് 0.912 ഡിവൈഡഡ് ബൈ 20. വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. So y value comes around 0.1084. So y is obtained. So നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എഫ് ടിയുടെ ഇക്വേഷൻ അറിയാം. അപ്പം എഫ് ടി വാല്യൂ നമ്മൾ അപ്പുറത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതൊന്നും തെറ്റിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. സോ എഫ് ടി വാല്യൂ നമുക്കിവിടെ കിട്ടിയായിരുന്നു. എഫ് ടി വാല്യൂനെ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യുക, അതേ വാല്യൂ തന്നെ ഇങ്ങോട്ട് എടുത്തിരുന്നു. സോ എഫ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സോ 65710.8 ഡിവൈഡഡ് ബൈ എം. സോ എഫ് ടി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു സിഗ്മ ഡി നമ്മൾ 193.2 ഇൻറ്റു സി വി വാല്യൂ കണ്ടുപിടിച്ച് 3.05 ഡിവൈഡഡ് ബൈ 3.05 plus 0.8377 m into CV into B value is assumed as 10 m into Y value is obtained as 0.1084 into again m value. സോ അപ്പോൾ നോക്കി ഇതിനകത്ത് ഈ എമ്മിനെയും കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഈക്വേഷനെ അടിച്ചു കൊടുക്കുക, ഷിഫ്റ്റ് സോൾവ് കൊടുക്കുക. അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാറിയെങ്കിൽ ഒരു 991 ES ആണ് ഇരിക്കുന്നതെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഈക്വൽ ടു ഇതുപോലെ ഇട്ട് തന്നെ ഇക്വേഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഷിഫ്റ്റ് സോൾവ് കൊടുക്കുക. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് മുടി. ഞാൻ ഡയറക്റ്റ് അങ്ങനെ, അല്ലെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. കാര്യം ഇത് ഫ്രാക്ഷനകത്തൊക്കെ എം വരുന്നുണ്ട്. എമ്മിൻ്റെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് നമുക്ക് ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ കിട്ടും. സോൾവ് ചെയ്ത് വരാൻ സമയം പിടിക്കും. കാൽക്കുലേറ്ററിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും സൗകര്യം. കാൽക്കുലേറ്ററിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6.535 mm എന്നായിരിക്കും. നമ്മൾ പറഞ്ഞു എം നമ്മുടെ എന്തിൽ തന്നെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, MMൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ എത്രയാണെന്ന് കിട്ടി. മൊഡ്യൂൾ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പം മൊഡ്യൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ടേബിളാണുള്ള ടേബിൾ 12.2 എടുക്കുക. ഞാൻ ഡേറ്റാ ബുക്ക് കാണിക്കുന്നില്ല, നിങ്ങൾ എടുക്കുക, പേജ് 229 നോക്കുക. അപ്പോൾ നമ്മൾ പ്രിഫേർഡ് ചോയ്സ് 1 ആണുള്ളത്. അപ്പോൾ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രിഫേർഡ് 1 എന്ന് പറയുന്നത് 8 mm. സോ സ്റ്റാൻഡർഡൈസിങ് മൊഡ്യൂൾ ആസ് 8 mm. സോ വി ആർ സ്റ്റാൻഡർഡൈസിങ്. അപ്പം നമ്മൾ എഴുതി സ്റ്റാൻഡർഡൈസിങ് എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ. സോ മൊഡ്യൂൾ ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ കിട്ടി. അപ്പോൾ therefore ഇവിടെ തന്നെ നമുക്ക് എഴുതാം ഫേസ് വിഡ്ത്ത് അപ്പോൾ അതുകൊണ്ട് എത്ര ആയിരിക്കും, 10 times m ആണ്. സോ ഇറ്റ് കംസ് അറൗണ്ട് 80 mm. സോ അതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, വെലോസിറ്റി v എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എത്ര വരും, v is 0.8377 into 8. സോ അത് നോക്കുക എത്ര ആൻസർ വരുന്നതെന്ന്, അത്രയും m/s നമ്പറിന് ആൻസർ കിട്ടും. അപ്പം നമ്മുടെ മൊഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഏതാണ്ട് ഒരു 8 മാർക്കോളം, 15 മാർക്കിൽ 8 മാർക്കോളം കറക്റ്റായിട്ട് കിട്ടും. അത് നിങ്ങൾ വെറുതെ മിസ്സാക്കരുത്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ മേജർ സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എത്ര, സ്റ്റെപ്പ് നമ്പർ 7 വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡൈനാമിക് ലോഡ് അപ്പം ഇക്വേഷൻ എഴുതുക, ഡൈനാമിക് ലോഡിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ 12.12 പേജ് നമ്പർ 207 ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനി നമുക്ക് അതിനകത്ത് K3 വാല്യൂ ഇക്വേഷൻ നോക്കുക. നിങ്ങൾ K3 വാല്യൂ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ അവർ പറയുന്നത് SI യൂണിറ്റിൽ 20.67 കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽ കൊടുക്കേണ്ട വെലോസിറ്റി വാല്യൂ തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെലോസിറ്റി വാല്യൂ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ വെലോസിറ്റിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വെലോസിറ്റി എത്ര വരും, 6.7 സംതിങ് വരുമെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. 6.7 ആണ് തോന്നുന്നു വരുന്നത്. വെലോസിറ്റി കംസ് അറൗണ്ട് 6.7 സംതിങ് അത്രയും m/s എന്നാണ് തോന്നുന്നു വരുന്നത്. ചെയ്ത് നോക്കുക. സോ 6.7
770 അങ്ങനെ എന്തോ ആണ്. എനിക്ക് ഒരു റഫ് വാല്യൂ ആണ്, അപ്രോക്സിമേറ്റ് അതുണ്ട്. അപ്പോൾ ആ ഇക്വേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ വേണ്ടുന്ന ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, ഏതാണ്? സി വാല്യൂ. അപ്പോൾ സി വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫോർ ഒബ്റ്റൈനിങ് സി വാല്യൂ വി നീഡ് ടു ഫൈൻഡ് ദി എറർ വാല്യൂ. സോ അപ്പോൾ നമ്മൾ ഞാൻ എന്ത് ചെയ്തു? ടു ഫൈൻഡ് സി വാല്യൂ വി വിൽ ഗോ ഫോർ ടേബിൾ 12.13 പേജ് 237 പേജ് 237 നോക്കി. ഫസ്റ്റ് കോളം മൊഡ്യൂളാണ് അല്ലേ? 12.13 എന്ന് പറയുന്ന ടേബിൾ ഫസ്റ്റ് കോളം മൊഡ്യൂള്. നമ്മൾ അസ്യൂം ചെയ്യുന്ന വി ആർ ഗോയിങ് വിത്ത് ക്ലാസ് 1 ഗിയേഴ്സ്. ക്ലാസ് 1 ഗിയർ ആണ്. ക്ലാസ് 1 ഗിയർ മൊഡ്യൂൾ 8 ആണെങ്കിൽ അതിൻ്റെ ഇ വാല്യൂ, എറർ വാല്യൂ എത്രയാണ് നോക്കി. സോ എറർ വാല്യൂ കംസ് അറൗണ്ട് 0.0652. അതാണ് അതിൻ്റെ എറർ വാല്യൂ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? സോറി അത് മൊഡ്യൂൾ 6-ൻ്റെതാണ്. സോറി, മൈ മിസ്റ്റേക്ക്. മൊഡ്യൂൾ നമുക്ക് എത്രയാണ്? 8 ആയിരുന്നു. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് 0.0778 എന്നും പറഞ്ഞ് വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ അപ്പോൾ എറർ കിട്ടിയിട്ട് കാര്യം, എനിക്ക് വേണ്ടുന്ന സി കിട്ടണമെങ്കിൽ അപ്പോൾ തൊട്ട് ഇപ്പുറത്തെ പേജ് ടേബിൾ 12.12 പേജ് 236 നോക്കുക. പേജ് 236 നോക്കുക. അപ്പോൾ നോക്കിയേ, അവിടുത്തെ ടേബിളിനകത്ത് എനിക്ക് എറർ വാല്യൂ, നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് എന്ത് മെറ്റീരിയലാണ് അസ്യൂം ചെയ്തത്? എന്ത് മെറ്റീരിയലായിരുന്നു നമ്മളുടേത്? ഫസ്റ്റ് അസംഷൻ നോക്കി, നമ്മളുടെ മെറ്റീരിയൽ എന്തായിരുന്നു? വി അസ്യൂം ദാറ്റ് ആസ് കാസ്റ്റ് സ്റ്റീൽ. അപ്പോൾ സ്റ്റീൽ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ അത് സ്റ്റീൽ കോമ്പിനേഷനിൽ ഏതാ വേണ്ടേ? 20 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡിലിനകത്ത് 3 കോമ്പിനേഷൻ, എല്ലാം 3 കോമ്പിനേഷൻ. ആദ്യത്തെ കാസ്റ്റ് അയൺ സ്റ്റീൽ. അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ മുഴുവൻ 14.5. ദെൻ സെക്കൻഡ് അത് തന്നെ 20 ഡിഗ്രിക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് 20 ഡിഗ്രി സ്റ്റെപ്പ്. നിങ്ങൾ ഡേറ്റാ ബുക്കുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. സോ നമുക്ക് സ്റ്റീൽ കോമ്പിനേഷൻ 20 ഡിഗ്രിയിൽ നോക്കി. നമുക്ക് പോയിന്റ്, ഇപ്പോൾ ടേബിളിനകത്തുള്ള എററുകൾ ഏതൊക്കെയാണുള്ളത്? എനിക്ക് 0.06ൻ്റെ എററുണ്ട്, അതുപോലെ 0.08ൻ്റെ എററുണ്ട്. എനിക്ക് അതിന് രണ്ടിനും മിഡിലുള്ള വാല്യൂ ആണ് വേണ്ടത്. 0.0778 എന്നുള്ളത്. ഓക്കെ, 0.06ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കുള്ളത് എത്രയാണ്? 686.7. 0.08ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 915.6. ഈ വാല്യൂ, ഇതാണ് സി വാല്യൂ നമുക്ക് വേണ്ടുന്നത്. കാര്യം എനിക്ക് വേണ്ടുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇൻ്റർപൊളേഷൻ വഴി ചെയ്യുക. സിമ്പിൾ ഇൻ്റർപൊളേഷൻ വഴി ചെയ്യുക. എങ്ങനെ? x - x1 / x2 - 1. ആ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം എക്സ് വാല്യൂ ആണെന്ന് വിചാരിക്കുക, ഇതെല്ലാം വൈ വാല്യൂ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ഇത് x1, ഇത് എക്സ്, ഇത് x2, ഇത് y1, x - x1. So that becomes 0.0778 minus x1 is 0.06 divided by x2 0.08 minus 0.0778 is equal to y minus y1. So y value is unknown, y is c minus 686.7 divided by 915.6 minus y2 minus y1 is 0.06 ആണ്, 686.7. x minus x1 divided by x2 minus x1 ആണ്. ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി, സോറി ഇത് വിസിബിൾ അല്ലായിരുന്നു, സോറി. സോ നോക്കുക, x minus x1 divided by x2 minus x1 equal to y minus y1 divided by y2 minus y1. അതാണ് ഞാൻ എഴുതിയത് കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അവിടെ നിന്നും സി വാല്യൂ നമുക്ക് കിട്ടുന്ന ഇറ്റ് കംസ് അറൗണ്ട് 890.421. അത്രയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സി വാല്യൂ എത്രയാണെന്ന് കിട്ടുന്നത്. സോ സി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും ആ ഇക്വേഷനിലെ എഫ് ടിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എഫ് ടിയിലെ എല്ലാ വാല്യൂസും നമ്മളുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് നമുക്ക് ഓൾറെഡി എഫ് ടി വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. K3V സി വാല്യൂ ആണ്, സി കിട്ടി. ഫേസ് വിഡ്ത്ത് നേരത്തെ കിട്ടിയതാണ്. എഫ് ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം എഫ് ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ 65710.8/m എന്നായിരുന്നു മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫ് ടി വാല്യൂ ആയി. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എഫ് ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഓൺ കാൽക്കുലേറ്റിംഗ് എഫ് ടി വാല്യൂ കംസ് അറൗണ്ട് 34
34392.706 ന്യൂട്ടൺ. യൂണിറ്റ് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. യൂണിറ്റ് എഴുതുന്നതിന് മാർക്കുണ്ട്. ഡൈനാമിക് ലോഡ്, FT അല്ല, ഡൈനാമിക് ലോഡ്. ഡൈനാമിക് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി നീഡ് ടു ചെക്ക് ദി വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം. അപ്പം വിയർ സ്ട്രെങ്ത് എയ്ത്ത് സ്റ്റെപ്പാണ്. എയ്ത്ത് സ്റ്റെപ്പിൽ വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം. വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇക്വേഷൻ 12.15a ആയിരുന്നു. അവിടെ FW ഈസ് ഈക്വൽ ടു D1BQK എന്നാണ്. D1 വാല്യൂ നമുക്ക് മൊഡ്യൂൾ കിട്ടിയത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Z നമ്മൾ അസ്യൂം ചെയ്താണ്. 8 M ഇൻറ്റു Z1 എന്നായിരുന്നു. Z1 20യും M എത്ര ആയിരുന്നു? 8 ആയിരുന്നു. 8 ഇൻറ്റു 20, ദാറ്റ് കംസ് അറൗണ്ട് 160 mm എന്നായിരിക്കും വരുന്നത്. ബി വാല്യൂ നമുക്ക് കിട്ടി. എത്രയായിരുന്നു? 80 mm ആയിരുന്നു. ബി വാല്യൂ 80 mm ആയിരുന്നു. ഇനി വേണ്ടുന്ന എന്താണ്? Q വാല്യൂ. ആ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ Q ഈസ് ഈക്വൽ ടു എന്താണ്? 2Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ദാറ്റ് കംസ് അറൗണ്ട് 1.523. ഇനി നൗ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി K വാല്യൂ. K വാല്യൂ നമുക്ക് വേണം. അപ്പോൾ K വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടേബിൾ 12.16 പോകണം. ടേബിൾ 12.16 പേജ് 239 പോകണം. അപ്പം നമുക്കറിയാം നമ്മളെടുത്ത മെറ്റീരിയലിൻ്റെ ബ്രിണ്ണൽ ഹാർഡ്നെസ് എത്രയായിരുന്നു? 250 ആയിരുന്നു. നമ്മളെടുത്ത കാസ്റ്റ് സ്റ്റീൽ അതിൻ്റെ ബ്രിണ്ണൽ ഹാർഡ്നെസ് 250 ആയിരുന്നു. നൗ വി നീഡ് ടു ചെക്ക്. അപ്പോൾ നമ്മുടെ ടേബിൾ നോക്കുവാണെങ്കിൽ പിനിയന് അത് BHN കൊടുത്തിട്ടുണ്ട്, ഗിയർ മെറ്റീരിയൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കോളമുള്ള 14.5 ഉണ്ട്, 20 ഉണ്ട്. നമുക്ക് വേണ്ടത് 20 ആണ്. അപ്പോൾ ഞാനിവിടെ നോക്കി എൻ്റെ ബ്രിണ്ണൽ ഹാർഡ്സ് 250, രണ്ടും 250 ആയിട്ട് എടുക്കുക. അപ്പം സ്റ്റീല് 250, ഗിയർ 250 കോമ്പിനേഷന് എനിക്ക് K വാല്യൂ എത്രയായിരുന്നു നോക്കി? എത്ര വരുന്നത്? 250 കോമ്പിനേഷൻ. K വാല്യൂ കംസ് അറൗണ്ട് 0.902. നോക്കിയാൽ മതി. സ്റ്റീല് ബ്രിണ്ണൽ ഹാർഡ്സ് 20 പിനിയനായി, ഗിയറും സ്റ്റീല് 250 രണ്ടും 20 ഡിഗ്രിയുടെ കോളത്തിലേക്ക് നീട്ടിപ്പിടിക്കുക. അപ്പോൾ എത്രയായിരുന്നു? 0.902. K വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് ഫ്രം 0.902 എന്ന് വരും. എല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? എൻ്റെ FW വിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. വിയർ സ്ട്രെങ്ത് എനിക്ക് വരുന്നത് ഓൺ കാൽക്കുലേറ്റിംഗ് വി ഗെറ്റ് 17583.94 ന്യൂട്ടൺ എന്നായിരിക്കും വരുന്നത്. 17583 നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡൈനാമിക് ലോഡും ഇതും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നോക്കിയേ, ഡൈനാമിക് ലോഡ് എന്ന് പറയുന്നത് 34,000ഉം ഇത് 17,000 ആയുള്ളൂ. ദാറ്റ് മീൻസ് FW എപ്പോഴാണ് സേഫ് ആവുന്നതെന്ന് പറഞ്ഞേ? ഇഫ് FW ഈസ് ആ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡേറ്റാ ബുക്കിൽ തന്നെ നോക്കുക. FW ഗ്രേറ്റർ ദാൻ FD ആണെങ്കിൽ എന്താണ്? ഡിസൈൻ സേഫാണ്. FW ഗ്രേറ്റർ ദാൻ. പക്ഷേ ഇവിടെ എന്താ എനിക്ക് കിട്ടിയത്? ഹിയർ വി ഗോട്ട് FW ഈസ് ലെസ് ദാൻ FD, സോ ഡിസൈൻ ഈസ് നോട്ട് സേഫ്. അപ്പോൾ നോർമലി ചിലർ പറയുന്നത് എന്ത് ചെയ്യണം? മൊഡ്യൂൾ പോയി കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറയാം. പക്ഷേ മൊഡ്യൂൾ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റിംഗ് കണ്ടീഷൻ എന്താ? സേഫ് ആകാനുള്ള ലിമിറ്റിംഗ് കണ്ടീഷൻ FW ഈസ് ഈക്വൽ ടു എന്താകണം? FD ആകണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് കൂട്ടുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനെന്തുകൊണ്ട് വഴിയെന്ന് ആലോചിക്കുക. അതിനുവേണ്ടി നമ്മൾ FW ഈക്വൽ ടു FD എന്ന് പറയുന്ന ലിമിറ്റിംഗ് കണ്ടീഷൻ കൊടുത്തു. അവിടെ നമുക്ക് K അൺനോൺ ആക്കി വെച്ചു. ഇപ്പോൾ ഡയമീറ്റർ എത്ര? അപ്പോൾ എഴുതാൻ D1BQK എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? FDക്ക് ഈക്വൽ ആയിരിക്കണം. സോ D1 160 ഇൻറ്റു 80 ഇൻറ്റു Q വാല്യൂ 1.523 ആയിട്ട് ഇൻറ്റു K ഈസ് ഈക്വൽ ടു FD വാല്യൂ നമുക്ക് കിട്ടിയത് 34,392.706. ശരിയല്ലേ? അതിൽ നിന്നും K വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ദെയർഫോർ K ഈസ് ഈക്വൽ ടു K കിട്ടുന്ന 1.7642 എന്നാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ടേബിൾ
12.16 വരിക. സ്റ്റീൽ കോമ്പിനേഷനിൽ 1.716 വരുന്ന 1.76 മേളിൽ ഹാർഡ്നെസ് വരുന്ന കോമ്പിനേഷൻ നോക്കുക. അപ്പോൾ നോക്കി, ഇപ്പോൾ 20 ഡിഗ്രി ആ ചെയ്യുന്നത്. അപ്പോൾ 20 ഡിഗ്രി ടേബിൾ താഴേക്ക് വരുമ്പോൾ കെ വാല്യൂ 1.746 ഉണ്ട്, 1.893 ഉണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1.7. നമുക്ക് 1.76 ആണ് കിട്ടിയത്. അതിനേക്കാളും ഹയർ വാല്യൂ എത്ര ഉണ്ട്? 1.893 ഉണ്ട്. അത് ഏത് കോമ്പിനേഷനാണ്? 350 കോമ്പിനേഷനാണ്. അപ്പോൾ എനിക്ക് അവിടെ എഴുതാൻ പറ്റും, therefore increase the brittle hardness, increase the hardness value to 350. ദാറ്റ് ഈസ് എ സജഷൻ. അതൊരു സജഷൻ ആയിട്ട് അവിടെ പറയാം. എന്ത് ചെയ്യാം, മെറ്റീരിയൽ ഞാൻ അസ്യൂം ചെയ്തു, പക്ഷേ 250 ഉള്ളത് അസ്യൂം ചെയ്തത്, പക്ഷെ അത് 250 ഉപയോഗിച്ചാൽ സേഫ് അല്ല. സോ വി നീഡ് ടു ഇൻക്രീസ് ദി ഹാർഡ്നെസ് വാല്യൂ. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്തു. ഇനി എൻഡുറൻസ് സ്ട്രെങ്തും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. എൻഡുറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ എന്ത് ചെയ്യാം, എൻ്റെ എൻഡുറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്ന ഇക്വേഷനിലേക്ക് പോവുക. ഇക്വേഷൻ 12.13a പോവുക. പേജ് 207 എഫ് എൻഡുറൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻഡുറൻസ് BYM എന്ന ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മോൾ y ആണ്. Y വാല്യൂ നമുക്കറിയാം. ക്യാപിറ്റൽ Y കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ പ്രയാസമൊന്നുമില്ല. മൊഡ്യൂൾ 8 ആണ്. സിഗ്മ എൻഡുറൻസ് വാല്യൂ വേണം. എൻഡുറൻസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്റ്റീൽ കോമ്പിനേഷൻ അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മൾ ടേബിൾ 12.15 പേജ് നമ്പർ 238 പോവുക. സോ കാസ്റ്റ് സ്റ്റീൽ നമ്മളൊരു മീഡിയം റേഞ്ചിന് സിഗ്മ എൻഡുറൻസ് എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് കംസ് അറൗണ്ട് 206 Nm² എന്ന് വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 206 mm² എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്നെസ് എത്രയാണ്? 120 BHN ആണ്. പക്ഷെ നമ്മളിപ്പം പറഞ്ഞു, തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു എൻ്റെ BHN മിനിമം എത്രയാണ്? 350 ആവുന്നുണ്ട്. അപ്പം നമുക്ക് നോർമലി ഈ എൻഡുറൻസ് സ്ട്രെങ്ത് വാല്യൂ ടേബിൾ ഇല്ലെങ്കിൽ അത് ചെയ്തെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നോർമലി നമുക്ക് വിയർ സ്ട്രെങ്ത് മാത്രം ചെക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ദെൻ വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ ടേബിൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തൊട്ട് താഴെ സ്റ്റീലിൻ്റെ തന്നെ എത്രയാണ്? 350 BHN എത്ര ഉണ്ട്? സിഗ്മ എൻഡുറൻസ്. തൊട്ട് താഴെ കാസ്റ്റ് സ്റ്റീലിന് എത്ര ഉണ്ട്? 583.5 Nm² ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ FEN കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. FEN കിട്ടുമ്പോൾ അത് ഡൈനാമിക് ലോഡിനേക്കാളും എന്തായിരിക്കണം? കൂടുതൽ ആയിരിക്കുമോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ എന്തുവാണ്? ഇഫ് FEN ഗ്രേറ്റർ ദാൻ FD then the design is safe. And finally എന്ത് ചെയ്യുക, നമുക്ക് മൊഡ്യൂൾ 8 കിട്ടിയിട്ടുണ്ട്. സോ ആ മൊഡ്യൂൾ വാല്യൂ വെച്ചുകൊണ്ട് ടേബിൾ 12.3 പേജ് 229 അതിലെ തേർഡ് കോളം, ലാസ്റ്റ് കോളം, ഇൻ ടേംസ് ഓഫ് മൊഡ്യൂളിൽ എല്ലാ വാല്യൂ എഴുതിയിട്ടുണ്ട്. അഡൻഡം, ഡിഡൻഡം, ടൂത്ത് തിക്നെസ്, അതും കണ്ടുപിടിച്ച് വെക്കുക. ഇത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവും. അത്യാവശ്യം എല്ലാ ഡേറ്റാസും നമ്മുടെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ വറീഡായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കുക, കാസ്റ്റ് സ്റ്റീൽ ഒന്നെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് ഇൻ കേസ് ചില ക്വസ്റ്റിന് പറയാറുണ്ട്, ചെക്ക് ഫോർ വിയർ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് രണ്ടും പറയാറുണ്ട്. നോർമലി എപ്പോഴും വിയർ സ്ട്രെങ്ത് ആണ് ചെക്ക് ചെയ്യാൻ പറയുക, അതുവരെ മതി. ഇത് അഡീഷണൽ ആയിട്ട് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, ടേബിളിൽ നിന്ന് തന്നെ സ്റ്റീലിൻ്റെ ഒരു ഹയർ 350 നമ്മൾ എത്രയാണോ ഹാർഡ്നെസ് എടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർഡ്നെസ് വാല്യൂ അസ്യൂം ചെയ്തുകൊണ്ട് പ്രോബ്ലം ഫിനിഷ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഇത് ഒരു നമ്പറിൽ ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 25-30 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റണം. കാര്യം പാർട്ട് ബിയിൽ 2 ഗിയറാണ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 2 ഗിയർ മാത്രം, പാർട്ട് ബി മാത്രം ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 1 മണിക്കൂറാവും. പിന്നെ അടുത്ത 2 മണിക്കൂർ കൊണ്ട് ബാക്കി 2 മൊഡ്യൂളും നമുക്ക് ആൻസർ, പാർട്ട് സിയും ആൻസർ ചെയ്യേണ്ടി വരും, പാർട്ട് എയും ആൻസർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബി കെയർഫുൾ. എത്രയും ഫാസ്റ്റായി ചെയ്യാമോ അത്രയും ഫാസ്റ്റായി ചെയ്യുക. കാൽക്കുലേറ്റർ നല്ലവണ്ണം യൂസ് ചെയ്യാൻ അറിയുക. ഇൻഡിവിജ്വലി എല്ലാവരും അവരവരുടെ കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. ബെറ്റർ യു യൂസ് 991 ES.
അത് തന്നെ യൂസ് ചെയ്ത് ശീലിക്കുക. എനിക്കറിയില്ല, എൻ്റെ ആ കാൽക്കുലേറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒപ്പിക്കുക, അത് യൂസ്ഡ് ആവുക, അതുമായിട്ട് യൂസ്ഡ് ആവുക. ഇപ്പോൾ ഈ കൊറോണ പീരീഡിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, റെസ്റ്റ് ചെയ്യുകയാണ്. സോ റെസ്റ്റ് ചെയ്യായിരിക്കും എല്ലാവരും, പഠിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പഠിക്കുന്നവരെല്ലാവരും എങ്ങനെയെങ്കിലും ഈ കാൽക്കുലേറ്റർ, ഇപ്പം മെയ് 3 ലോക്ക്ഡൗൺ, അതിന് ശേഷം കാൽക്കുലേറ്റർ ഒപ്പിക്കുക. ആ കാൽക്കുലേറ്റർ നല്ല ഒരാഴ്ച കൊണ്ട് നല്ല ഫെമിലിയർ ആവുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്താണെങ്കിൽ ആകെ ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറേ ഉള്ള സീറ്റിൽ. സോ ഇതിന് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രൊസീജിയറെല്ലാം കറക്റ്റ് ആണെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഫൈനൽ സെമസ്റ്ററിലെ വാല്യുവേഷൻ കുറച്ച് ലിബറൽ ആയിരിക്കും. അതുകൊണ്ട് നല്ല GPA കുറഞ്ഞു പോയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് GPA കൂട്ടാനുള്ള ഒരു ലക്കി ചാൻസുമാണ് SIT എന്ന് പറയുന്നത് ഇപ്പോഴും. അതുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സജഷൻസ്, കമൻസ്, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അതിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസൈൻ്റെ സ്പർ ഗിയറിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി പ്രോബ്ലമായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.